കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വചനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നടത്തുന്ന കർത്താവിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. അവങ്കിലേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല, തല കുനിക്കപ്പെട്ടിട്ടില്ല, തല താഴ്ത്തപ്പെട്ടിട്ടില്ല, അലഞ്ഞു പോയിട്ടില്ല, പകുതി വഴിക്ക് അസ്തമിച്ചിട്ടില്ല. ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ ഒരനുഭവം എടുത്തു പറയുന്നത്, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. ബാല്യം മുതൽ വാർദ്ധക്യം വന്നപ്പോൾ താൻ പറയുന്നു, താൻ ഒത്തിരി കാര്യങ്ങൾ രാജ്യത്ത് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. സിംഹാസനത്തിൽ ആളുകൾ കയറുന്നത്, സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങുന്നത്, രാജ്യത്തിൻ്റെ അരാജകത്വങ്ങൾ പലതും താൻ തൻ്റെ ബാല്യം മുതൽ വാർദ്ധക്യം വരെ കണ്ടിട്ടുണ്ട്. പക്ഷേ താൻ കാണാത്ത ഒരു കാര്യം, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരമിരക്കുന്നതും ഞാൻ എൻ്റെ ബാല്യം മുതൽ വാർദ്ധക്യം വരെ വീക്ഷിച്ചപ്പോൾ കണ്ടിട്ടില്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുന്ന ആരും അലയുവാൻ, പകുതി വഴിക്ക് അസ്തമിക്കാൻ. കാരണം ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ട് നോഹ ഒരു പെട്ടകം ഉണ്ടാക്കിയില്ലേ സഹോദരങ്ങളെ? പലരും ആക്ഷേപിച്ചില്ലേ? മഴയെന്ന് പറഞ്ഞ സംഭവം അതുവരെ ഭൂമിയിലില്ലായിരുന്നു. എന്താണ് ഈ പ്രസംഗിക്കുന്നത്? പക്ഷേ നോഹയുടെ അരുളപ്പാട് അറിയിച്ചത് ദൈവമാണ്. പെട്ടകത്തിൽ നോഹ കയറി, പ്രളയം ശക്തമായി, വെള്ളം പൊങ്ങിയപ്പോൾ പെട്ടകം താണില്ല, വെള്ളം പൊങ്ങുമ്പോൾ പെട്ടകവും പൊങ്ങി. പ്രൈസ് ദി ലോർഡ്. പെട്ടകം ഒഴുകി നടക്കാൻ തുടങ്ങി. കുറേ നാളായി. ചിലപ്പോൾ കൂടെ കയറിയവർക്ക് പോലും സംശയമുണ്ടായി കാണും, പുറത്തിറങ്ങാൻ പറ്റുമോ? പക്ഷേ വാക്കുകൾ കേൾക്കാത്ത ജനസമൂഹം നശിച്ചുപോയി. ദൈവത്തിൻ്റെ അരുളപ്പാട് ഏറ്റെടുക്കാത്ത നോഹ അത് ഏറ്റെടുത്ത്, തൻ്റെ കുടുംബം ഏറ്റെടുത്ത് പെട്ടകത്തിനകത്ത് കയറി. സംഭവം നിങ്ങൾക്കെല്ലാം അറിയാം. വെള്ളം താണപ്പോൾ ഈ പെട്ടകവും ഒഴുകി ഏതെങ്കിലും സമുദ്രത്തിൽ ചെന്ന് വീഴണം. പക്ഷേ ഒരു വചനം ഞാൻ വിളിച്ചു പറയാം. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് സ്റ്റെപ്പ് എടുത്ത നോഹയെ, നിന്റെ പെട്ടകം മെഡിറ്ററേനിയൻ സമുദ്രത്തിലോ അറേബ്യൻ സമുദ്രത്തിലോ നടുക്കടലിലോ ഒഴുകിപ്പോകത്തില്ല. ഉറപ്പിക്കേണ്ട അറാറാത്ത് പർവ്വതത്തിൽ തന്നെ ദൈവം ഉറപ്പിച്ചെങ്കിൽ, ദൈവിക ശബ്ദം കേട്ട് അരുളപ്പാട് കേട്ട് വാഗ്ദത്തങ്ങളുടെ കലവറകളുള്ള ജനം അത് പിടിച്ച് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾ നടുക്കടലിലേക്ക് പോകത്തില്ല. നിങ്ങളെ ഉറപ്പിക്കേണ്ടിടത്ത് ഉറപ്പിക്കുന്ന, ശക്തീകരിക്കേണ്ടിടത്ത് ശക്തീകരിക്കുന്ന, ബലം കൽപ്പിക്കേണ്ടിടത്ത് ബലം കൽപ്പിക്കുന്ന, ആത്മാവിൽ നിങ്ങളെ പണിയുന്ന, അഭിഷേകത്തോടെ നിങ്ങളെ നടത്തുന്ന, ദൈവകൃപയുടെ ആഴങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽ തിരിച്ചറിഞ്ഞിട്ട് പറ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. സ്തോത്രം. ധൈര്യത്തോടെ പറയാൻ കഴിയുമോ? പ്രതിസന്ധികളെ കണ്ടിട്ട് പറയാൻ കഴിയുമോ? ചില പ്രളയങ്ങൾ നിങ്ങളെ മുക്കുമോ? ഇല്ല. പെരുവെള്ളം നിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അത് നിന്നെ കവിഞ്ഞു വീഴത്തില്ല. കാരണം ദൈവം ഒരതിര് വെച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. എത്രയോ പ്രതികൂലങ്ങൾ, പ്രളയങ്ങൾ, ശക്തമായ യോർദാൻ്റെ ഒഴുക്കുകൾ വന്നിട്ടും ഒഴുകിപ്പോകാത്തത് അതിൻ്റെ മേൽ നിയന്ത്രണം തമ്പുരാൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ്, നമ്മുടെ കഴിവുകൊണ്ടല്ല കേട്ടോ. ഇന്ന് പകലാ ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് പറ, ഇന്നലെ വിടുവിച്ചവൻ ഇന്നും വിടുവിക്കും, മേലാലും വിടുവിക്കും. ഞങ്ങൾ ആ കർത്താവിൽ ആശ വച്ചിരിക്കുന്നു എന്ന് ശക്തമായി ഒന്ന് പ്രഖ്യാപനം ചെയ്യാൻ ദൈവത്തിൻ്റെ മക്കൾ തയ്യാറാകുമെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്ന, ഇന്നും എഴുന്നേറ്റ് വരുന്ന, ഇന്നും സഹായിക്കുന്ന, ഇന്നും ശക്തീകരിക്കുന്ന, ഇന്നും നിവർത്തുന്ന, ഇന്നും പാറമേൽ ഉയർത്തുന്ന ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടു വരിക. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, സ്തോത്രത്തോടെ ജാഗരിക്കണം, വചനം ധ്യാനിക്കണം, ആത്മശക്തിയോടെ ജീവിക്കണം, വചനപ്രകാരം മുമ്പോട്ട് പോകണം. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണം. സമയം വേർതിരിച്ച് ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ ഒരു കാലഘട്ടത്തിലും പരാജയപ്പെടത്തില്ല. എൻ്റെ നീതിമാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, വിശ്വാസത്താൽ താൻ ജീവിക്കും. നീതിമാനെ അനുഗ്രഹിക്കുന്ന ദൈവം
പരിച കണ്ടെന്ന പോലെ ദയ കൊണ്ട് മറയ്ക്കുന്ന ദൈവം ഇന്നും നമ്മുടെ കൂടെ ഉണ്ട്. വളരെ സുപരിതമായൊരു വാക്യം, 68-ാം സങ്കീർത്തനം 7-ാം വാക്യം. ദൈവമേ, നീ നിൻ്റെ ജനത്തിന് മുൻപായി പുറപ്പെട്ടു, മരുഭൂമിയിൽ കൂടെ നട കൊണ്ടപ്പോൾ. 68-ാം സങ്കീർത്താവിൻ്റെ സങ്കീർത്തനാണ്. ദൈവം എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്കറിയാം, ശിഷ്യന്മാർ തണ്ടു വലിച്ചു കുഴഞ്ഞു. ശക്തമായ കാറ്റ് തിരകളാഞ്ഞടിക്കുന്നു. യേശു ആ പടകിൽ കിടന്നുറങ്ങി അമരത്ത് തല ചായ്ച്ചുറങ്ങുകയാണ്. ശിഷ്യന്മാർ നിലവിളിക്കുകയാണ്, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങയ്ക്ക് വിചാരമില്ലയോ? പക്ഷെ ഇവർ ചിന്തിച്ചില്ല പടകിനകത്തുള്ളവൻ ആരാന്ന്, അവിടുത്തെ ശക്തി എന്താന്ന്, അവിടുത്തെ അധികാരം എന്താന്ന്. പ്രിയരെ, പലപ്പോഴും ഇങ്ങനല്ലേ, പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ, പ്രതിസന്ധികൾ രൂക്ഷമാകുമ്പോൾ, എല്ലാം എതിരാകുമ്പോൾ, അയ്യോ ഞങ്ങൾ നശിച്ചു പോകുന്നു, രക്ഷിപ്പാനാരുമില്ലേ എന്ന് നിലത്ത് വിളിക്കാറില്ലേ? പക്ഷേ ഒരു കാര്യം ഓർക്കണം, വിളിച്ചവനാരാണ്, അയച്ചവനാരാണ്, മുമ്പോട്ട് പോകാൻ പറഞ്ഞതാരാണ്? ശിഷ്യന്മാരെ, അത് നിങ്ങൾ മറന്നുപോയോ? ഇന്ന് പകൽ ചിലരോടൊക്കെ ദൈവാത്മാ വിളിച്ചു പറയുന്നു, മുമ്പോട്ട് പോകാൻ പറഞ്ഞത്, മൂവ് ചെയ്യാൻ പറഞ്ഞത് കർത്താവാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ നശിച്ചു പോകുന്നത്? കർത്താവ് നിങ്ങളുടെ പടകിലുണ്ടെങ്കിൽ നിങ്ങളുടെ പടക് എങ്ങനെയാണ് മുങ്ങിപ്പോകുന്നത്? ആ ഒരു ഉറപ്പ് ഇന്ന് പകൽ എത്ര പേർക്കുണ്ട്? ഇവർ നിലവിളിച്ചു, യേശു എഴുന്നേറ്റു. ദൈവം എഴുന്നേൽക്കുന്നു. യേശു എഴുന്നേറ്റ് എന്താ ചെയ്യുന്നത്? കാറ്റേ അടങ്ങൂ, കടലേ ശാന്തമാകൂ എന്ന് പറഞ്ഞു. ഈ തിരകളെ പൊക്കിക്കൊണ്ടുവന്ന ഉത്ഭവ കേന്ദ്രം കാറ്റായിരുന്നു. ഒന്ന്, കർത്താവ് എഴുന്നേറ്റാൽ ചില പ്രതികൂലത്തിൻ്റെ ഉത്ഭവ കേന്ദ്രത്തെ, അതിൻ്റെ റൂട്ടിനെ കർത്താവ് ശാസിക്കും. മനസ്സിലായോ? നാളുകൾ തൻ്റെ ജനത്തെ പീഡിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന, ആകുലതയിലേക്ക് കൊണ്ടുവരുന്ന, ഇല്ലാതാകുമോ എന്ന് ചിന്തിപ്പിക്കുന്ന, നിലനിൽക്കാൻ പറ്റുമോ അതോ മുങ്ങിപ്പോകുമോ എന്ന് സംശയിപ്പിക്കുന്ന ചില കാറ്റുകൾ എൻ്റെ കർത്താവ് ശാസിക്കുന്നു. കർത്താവ് എഴുന്നേറ്റാൽ കാറ്റുകൾ ശാസിക്കപ്പെടും. സ്തോത്രം. ഇവിടെ പറയുന്നു, ദൈവം എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റാൽ ശത്രുക്കൾ ചിതറിപ്പോകും. മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ഉരുകിപ്പോകും. ഹല്ലേലൂയ. പകയ്ക്കുന്നവർ ഓടിപ്പോകും. ദൈവസന്നിധിയിൽ ദുഷ്ടശക്തികൾ നശിച്ചു പോകും ദൈവം എഴുന്നേറ്റ് കഴിഞ്ഞാൽ. എന്നിട്ട് പറയുന്നു, എഴുന്നേൽക്കുക മാത്രമല്ല, ദൈവം, നമ്മുടെ കുറിവാക്യം, തൻ്റെ ജനത്തിന് മുമ്പായി പുറപ്പെടും. ആവർത്തന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്ന ദേശം അനാക്യ മല്ലന്മാരുണ്ട്, വലിയ മലകളുണ്ട്. ഇതെങ്ങനെ നേരിടും എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ദൈവം പറയുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവയായ ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങൾക്ക് മുമ്പായി പുറപ്പെടുന്നു. നിങ്ങൾ എൻ്റെ പുറകിന് വന്നാൽ മതി. ദഹിപ്പിക്കേണ്ടതിനെ ദഹിപ്പിക്കാൻ, ഉരുക്കേണ്ടതിനെ ഉരുക്കാൻ, ചാരമാക്കേണ്ടതിനെ ചാരമാക്കാൻ നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് മുമ്പായി പുറപ്പെടും. ഈ പകൽ വിശ്വസിക്കാമോ? നിങ്ങളുടെ വിഷയം ഭയങ്കര സങ്കീർണമെന്ന് നിങ്ങൾ പറയുന്നു. ദൈവം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് മുമ്പായി പുറപ്പെടാൻ പോവാം, നിങ്ങളെൻ്റെ പുറകിലേക്ക് വന്നാൽ മതി. പിന്നെന്തിനാ ഭയപ്പെടുന്നത്? ഇന്നത്തെ ആ വിഷയത്തെ, ഇന്നത്തെ ആ ഇൻ്റർവ്യൂവിനെ, ഇന്ന് സംസാരിക്കേണ്ട വ്യക്തികളെ, ഇന്ന് കൊടുക്കേണ്ട ആ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടേണ്ട. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അവിടുന്ന് പറയുന്നത് കേട്ട് മുമ്പോട്ടങ്ങ് പോയാൽ മതി. ദൈവം മുമ്പേ പുറപ്പെടും. ദൈവം തൻ്റെ ജനത്തിന് മുമ്പായി പുറപ്പെടും. മരുഭൂമിയിലൂടെ നടകൊള്ളാൻ പോയ, മരുഭൂമിയിലൂടെ ദൈവം നടന്നാൽ മരുഭൂമി ഒരു തടാകമായി മാറും. മരുഭൂമിയിൽ മേശ ഒരുങ്ങും.
മരുഭൂമിയിലെ തീക്കൽ പാറയിൽ നിന്ന് ജലം ചാടിപ്പുറപ്പെടും. 3 ദിവസം മരുഭൂമിയിൽ ഒരു മീറ്റിംഗ് യേശു നടത്തിയില്ലേ? അത് മരുഭൂമിയായിരുന്നു. നേരം വൈകി ശിഷ്യന്മാരോട് ചോദിച്ചു, ഇതെങ്ങനെയാ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന യേശു ചോദിച്ചു. അവർ പറഞ്ഞു, തികയത്തില്ല, നടക്കത്തില്ല, മരുഭൂമിയാണ്. കർത്താവ് പറഞ്ഞു, മരുഭൂമിയാണേലും ഇവരെ ഇരുത്ത്, എനിക്ക് കഴിയും. ഈ പകൽ മരുഭൂമിയാണോ? നീ പോകുന്നതിന് മുമ്പായി ഒരുവൻ പുറപ്പെട്ടാൽ നിങ്ങൾ പോലും ചിന്തിക്കാത്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പോകുകയാണ്. ദൈവം മരുഭൂമിയിലൂടെ നടകൊള്ളുന്നു. നടകൊണ്ടാൽ ഭൂമി കുലുങ്ങും. കുലുങ്ങത്തില്ലെന്ന് ചിന്തിക്കുന്ന ചിലത്, ചേഞ്ച് വരത്തില്ലെന്ന് ചിന്തിക്കുന്ന ചിലത്, ഒതുങ്ങത്തില്ലെന്ന് ചിന്തിക്കുന്ന ചിലത്, തല ഉയർത്തിപ്പിടിച്ച് വെല്ലുവിളിക്കുന്ന ചിലത് ഈ പകൽ കുലുങ്ങാൻ പോകുക. തമ്പുരാൻ കുലുക്കും കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്നെ ഒതുക്കാൻ നോക്കുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന, ചിലതിനെ കുലുക്കുന്ന ദൈവം നിനക്ക് മുമ്പായി പുറപ്പെട്ടിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ കുടുംബത്തിനെതിരെ നാളുകൾ വെല്ലുവിളിച്ച്, നിൻ്റെ ആത്മീയതയ്ക്കെതിരെ ഷാബാന, നിൻ്റെ അഭിഷേകത്തിനെതിരെ, നിൻ്റെ ശരീരത്തിനെതിരെയൊക്കെയുള്ള വെല്ലുവിളികളെ തമ്പുരാൻ പിടിച്ച് കുലുക്കാൻ പോകുക. ദൈവം അങ്ങോട്ട് മുമ്പോട്ട് ഇറങ്ങിപ്പോയപ്പോൾ എന്താ സംഭവിച്ചോ? പറവം പുറകെ വന്നു. ദൈവം മുമ്പേ പോയപ്പോൾ മോശ മുമ്പിലുണ്ട്. ഏറ്റവും മുമ്പ് ദൈവമുണ്ട്, തൊട്ടുപുറകെ ഇസ്രായേൽ ജനമുണ്ട്. ദൈവം പറഞ്ഞിട്ടാണല്ലോ അവർ പുറപ്പെട്ടത്. പക്ഷേ പറവൻ പുറകെ വന്നപ്പോൾ ദൈവം അങ്ങോട്ട് എഴുന്നേറ്റു. പറവനെ പേടിച്ച് കുലുക്കി സമുദ്രത്തിനകത്ത് മുക്കിക്കളഞ്ഞ ദൈവം ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, ദൈവം ചെങ്കടലിൽ എഴുന്നേറ്റാൽ, ദൈവത്തിൻ്റെ ഭുജം മോശയുടെ ഭുജത്തോട് വന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഭുജം അവിടെ ഇറങ്ങി വന്നാൽ നിനക്കെതിരെ നിൽക്കുന്ന ശക്തികളെ മുക്കിക്കളയുന്ന ദൈവ സാന്നിധ്യം, മരുഭൂമിയാകട്ടെ സമുദ്രമാകട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്നു പകൽ നിങ്ങൾക്ക് മുമ്പായി പുറപ്പെടുക. ദൈവം മരുഭൂമിയിൽ കൂടെ നടകൊണ്ടപ്പോൾ ഭൂമി കുലുങ്ങി. ചിലത് കുലുങ്ങും, ചിലത് ശാസിക്കപ്പെടും. ആകാശം ദൈവത്തിൻ്റെ സന്നിധിയിൽ പൊഴിയാൻ പോകുക. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറക്കും കേട്ടോ. ഈ പകൽ ആർക്കും തുറക്കാത്ത ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരും. വിളിച്ചു പറ, ദൈവം ഞങ്ങൾക്ക് മുമ്പായി പുറപ്പെട്ടു, ഞങ്ങളുടെ തലമുറകൾക്ക് മുമ്പായി പുറപ്പെട്ടു. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. കുടുംബങ്ങൾ വിടുവിക്കപ്പെട്ട ദൈവസഭയുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. അങ്ങ് ഞങ്ങൾക്ക് മുമ്പായി പുറപ്പെടണം. ദുർഘടങ്ങളെ നിരപ്പാക്കണം. അന്ധകാര മണ്ഡലങ്ങളെ തകർക്കണം. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് താമരക്കഥകളെ തകർക്കുക മാത്രമല്ല, നാളുകളായി ഇരുട്ടിൽ കിടക്കുന്ന ചില നിക്ഷേപങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ എത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ശക്തിയോടെ, ഈ ബലത്തോടെ, ഈ കൃപയോടെ അവിടെ ഞങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം. ബലം വ്യാപരിക്കും, ശക്തി വ്യാപരിക്കും. എല്ലാ തടസ്സങ്ങളെയും സ്വർഗം പ്രയിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. പ്രിയരെ, ദൈവം നമുക്ക് മുമ്പായി പുറപ്പെടുന്നു. മരുഭൂമിയിലൂടെ ദൈവം മുമ്പ് പുറപ്പെടും. മരുഭൂമിയെ ദൈവം മാറ്റും, മേശയൊരുക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രശംസിച്ചു.